കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ സ്നേഹസ്പർശം ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ രണ്ടാമത്തെ വീടിന്റെ നിർമ്മാണവും പൂർത്തിയായി. വീടിന്റെ വെഞ്ചരിപ്പ് കർമ്മവും താക്കോൽദാനവും കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ നിർവഹിച്ചു. 2026 ഇടവകയിലെ ഭവനരഹിതരായ എല്ലാവർക്കും വീട് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നതെന്ന് പള്ളി വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ. ഇടവകയിലെ മാതൃവേദിയുടെ നേതൃത്വത്തിൽ ഫാമിലി അപ്പോസ്തലേറ്റ്, പിതൃവേദി, യുവദീപ്തി തുടങ്ങിയ സംഘടനകളുടെ സഹകരണത്തോടെയാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്നേഹസ്പർശം ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച രണ്ടാമത്തെ വീടിന്റെ വെഞ്ചരിപ്പ് കർമ്മവും തുടർന്ന് നടന്ന യോഗവും കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എവിടെ കൂട്ടായ്മയുണ്ടോ അവിടെ തീർച്ചയായിട്ടും ആ ഒരു ഒരുമയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഉയർച്ചയുണ്ടാവും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടവകയിലെ മാതൃവേദിയും മറ്റു സംഘടനകളും ഇടവക വികാരിയോട് ചേർന്ന് നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളും അദ്ദേഹം യോഗത്തിൽ അഭിനന്ദിച്ചു. യോഗത്തിൽ ഇടവക വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കലിന്റെ അധ്യക്ഷതയിലാണ് യോഗം സംഘടിപ്പിച്ചത്. ആദ്യത്തെ വീട് തന്നെ പണിതപ്പോൾ തന്നെ പണം മിച്ചം വെച്ച് തന്നെ ആദ്യത്തെ വീട് തീർക്കാൻ പറ്റി, മനോഹരമായിട്ട് തന്നെ തീർക്കാൻ പറ്റി. അതിനുശേഷമാണ് രണ്ടാമത് ഈ ഭവനം പണിത്. ഇതിന്റെയാണെങ്കിൽ എല്ലാ പണികളും പൂർത്തിയാക്കാൻ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. 2026 ഇടവകയിലെ ഭവനരഹിതർക്ക് വീട് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോതമംഗലം മുനിസിപ്പൽ കൌൺസിലർ ലിസി പോളാണ് വീട് നിർമ്മിക്കാനുള്ള സ്ഥലം മുനിസിപ്പാലിറ്റി വഴി നൽകിയത്. മാതൃവേദി പ്രസിഡന്റ് ഡിപ്പിൾ ഷോജി, കൈക്കാരന്മാരായ മൈക്കിൾ തെക്കേക്കുടി, ജെയിംസ് തെക്കേക്കര, ഫാമിലി അപ്പോസ്തലേറ്റ് പ്രസിഡന്റ് ഷോജി കണ്ണമ്പുഴ, പിതൃവേദി പ്രസിഡന്റ് ജിജി പുളിക്കൽ, കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് ജെയ്സൺ വടക്കുംപാടം, ജോൺസൺ കറുകപ്പിള്ളിൽ, എഡ്വിൻ ജോൺ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹം ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം എന്നാണെന്ന് ചോദിച്ചാല് ഞങ്ങളുടെ മാതൃവേദിയിലെ പാട്ടുകാരിയായിരുന്നു ചേച്ചി. അപ്പൊ അന്ന് ആരോഗ്യവതിയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അന്ന് തൊട്ട് ഞങ്ങൾക്കിടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ചേച്ചിക്ക് ഒരു വീട് പണിത് കൊടുക്കുക എന്നത്. പല ഘട്ടങ്ങളിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയുണ്ടായി. അന്നേരം ഒന്നും നമുക്ക് സാധിച്ചില്ല. അതിനെല്ലാം ഇടയായത് നമ്മുടെ വികാരിയച്ഛൻ വന്നപ്പിനെയാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.